ഓം ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മളിവിടെ വിശദീകരിക്കാൻ പോണത് ജ്യോതിഷത്തിൽ ജന്മക്കൂറ് ഫലങ്ങളാണ്. അപ്പോൾ ഓരോ കൂറിലും മേടവിടമുതലങ്ങൾക്ക് അങ്ങനെയുള്ള കൂറിൽ ജനിച്ചാലുള്ള ഫലങ്ങൾ, ഓരോ കൂറിൽ നക്ഷത്രങ്ങൾ വരും. ഇപ്പോൾ മേടക്കൂറിൽ ഇപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ പാദം വരും. ഇതിൻ്റെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓരോ നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 31 മെയ് 25 മുതൽ 6 ഡിസംബർ വരെയുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ഓരോ നക്ഷത്രത്തിൻ്റെ അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രത്തിൻ്റെയും പൊതുവായ ഫലങ്ങൾ നമ്മൾ ഇവിടെ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ആ കൂറിൽ ജനിച്ചാലുള്ള ഫലങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് മേടക്കൂറ് പറയാം. ആദ്യം മേടത്തിന് ഏരീഷ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ കൂറിൽ ജനിച്ചവർക്ക് നീളം കൂടിയ കണ്ണുകളും ബലം കൂടിയ മുട്ടുകളും ഉണ്ടാവും. അന്യരെ സേവിക്കുന്നതിൽ അതീവ താല്പര്യം കാണിക്കുകയും ഇവർക്ക് പ്രാപ്തമാകുന്ന ഏത് സുഖ സൗകര്യങ്ങളിലും ഇവർ തൃപ്തരായിരിക്കും. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നത് ന്യായമായ കാര്യങ്ങളിലാണെങ്കിൽ കൂടി അവരുടെ ഒരു ബലഹീനതയായിട്ട് മറ്റുള്ളവർ കാണും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുക, പൊതുവെ പറയാണ്ടിരിക്കുക. അതായിരിക്കും നമുക്ക് നല്ലത്. ഇനി എടവക്കൂറെന്ന് പറഞ്ഞാൽ ടാറസ് എന്ന് പറയും ഇതിനകത്ത് കാർത്തിക 1/4 ഭാഗം, രോഹിണി മുഴുവനും, മകീര അര, ഇതാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഫലങ്ങളും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂറിൻ്റെ ഫലം മാത്രം. എടവക്കൂറിൽ ജനിക്കുന്നവർക്ക് പിടപിടപ്പും, എന്ത് കാര്യത്തിനും പിടപിടപ്പും അമ്പരപ്പും കൂടുതലായിരിക്കും. അനർഹരായവരെ സഹായിക്കുകയും അതിൽ നഷ്ടം സംഭവിക്കുകയും പിന്നീട് പരിതപിക്കുകയും ചെയ്യും. അതാണ് ഇവരുടെ വേറെ ശീലം. പറ്റിക്കപ്പെടുകയും ചെയ്യും, എന്നിട്ട് സങ്കടപ്പെടും ഇവർ. ഭൂമി, വീട്, ഇവക സ്വത്തുക്കൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകും. ദല്ലാളുമാരെ അന്ധമായി വിശ്വസിക്കുന്നത് ധനനഷ്ടം ഉണ്ടാക്കും. സഹനശക്തി ഉള്ളവരായിരിക്കും ഇവർ. യൗവനത്തിൽ അതിയായ പ്രസരിപ്പ് പ്രകടിപ്പിക്കും. പൃഷ്ഠഭാഗത്ത് അടയാളം ഉണ്ടാവും. തടിച്ച് വട്ടമുഖം, കഫപ്രകൃതം, ശ്വാസകോശ സംബന്ധമായ രോഗം, വിസർജ്യ അവയവങ്ങൾ, നട്ടെല്ല് തുടങ്ങിയ ഭാഗങ്ങളിൽ രോഗം, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഇവർക്ക് ഉണ്ടാകും. മിഥുനക്കൂറ്, അതിനെ ജമിനി എന്ന് പറയും ഇംഗ്ലീഷിൽ. മകീര, ആര, തിരുവാതിര, പുണർദം 1/4 ഭാഗം. മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് ഉയർന്ന മൂക്കും കറുത്ത കണ്ണുകളും ഉണ്ടായിരിക്കും. പരഹൃദയ ജ്ഞാനിയാകാൻ ഇവർക്ക് വളരെ താല്പര്യം ഉണ്ടാവും. അത് പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു താല്പര്യം ഉണ്ടാവും. വിഷയസുഖങ്ങൾ താല്പര്യം കൂടുതലുണ്ടാവും. ഏത് വിഷയവും 2 വിധത്തിൽ ആലോചിച്ച് കുഴപ്പം ഉണ്ടാക്കുന്ന സ്വഭാവമുണ്ട് ഇവർക്കുണ്ട്. ഒരു കാര്യം ചോദിച്ചാൽ അത് അങ്ങനെയാവും അവസാനം അതൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. ഈ സ്വഭാവം മാറ്റിയെടുക്കേണ്ടത് ജീവിത വിജയത്തിന് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ആഹാര കാര്യങ്ങളിൽ ക്രമീകരണം ഉണ്ടായില്ലെങ്കിൽ ഉദര രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത വർദ്ധിക്കും. 30 വയസ്സിൽ താഴെയുള്ള പ്രായക്കാർക്ക് നേത്രരോഗങ്ങൾ, തലവേദന, കൊളസ്ട്രോൾ തുടങ്ങിയ ദോഷഫലങ്ങൾ ഉണ്ടാകും. അത് ശ്രദ്ധിക്കണം. ഈ കർക്കിടകക്കൂറ്, ക്യാൻസർ എന്ന് പറയും കർക്കിടകക്കൂറ്. ഇതിനകത്ത് പുണർദം 4-ാം ഭാഗം, പൂയം, ആയില്യം മുഴുവൻ, ഇതാണ് അതിനകത്തുള്ളത്. ഇപ്പൊ കൂറിന്റെ ഫലമാണ് നമ്മൾ പറയണ്ടോ. കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് ഭയങ്കര ധൈര്യശാലികളായിരിക്കും അവർ. ക്ലേശങ്ങളെ സഹിക്കുവാൻ കഴിവുള്ളവരാകും. ഭക്ഷണപ്രിയരാകും. കാമാസക്തി കൂടിയവരാകും. വലിയ തോതിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകും ഇവർക്ക്. മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യങ്ങളായാലും ഇവർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, ഇവർ ചെയ്യുകയും ചെയ്യും. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. ധൈര്യവും സഞ്ചാരവും പ്രകടിപ്പിക്കും. 40 വയസ്സിന് താഴെ ഉള്ളവർക്ക് പകർച്ചവ്യാധി, അന്നനാള രോഗങ്ങൾ, ഞരമ്പ് രോഗങ്ങൾ എന്നിവയും രക്തസമ്മർദ്ദവും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ചിങ്ങക്കൂറ്,
ഇതിനെ ലിയോ എന്ന് പറയും. മകം, പൂരം, ഉത്തരം, കാലം. വട്ടമുഖമുള്ളവരും ചുവന്ന കണ്ണുകളുള്ളവരുമാകും ഇവർ. തീക്ഷ്ണ സ്വഭാവം പ്രകടമായി കാണാം. വിശപ്പും ദാഹവും സഹിക്കുന്നവരായും കാണപ്പെടുന്നു. സാഹസികന്മാരും നിർബന്ധ ബുദ്ധിക്കാരുമാകും ഇവർ. ആലോചിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ, മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കാതിരിക്കൽ എന്നീ സ്വഭാവങ്ങൾ മാറ്റിയില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. ജീവിതത്തിൽ ജാഗ്രത എപ്പോഴും ഇക്കൂട്ടർക്ക് ആവശ്യമാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുന്നതും മടക്കി കൊടുക്കുന്നതും അതുപോലെ കടമായി കൊടുക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇനി ഭയങ്കര നഷ്ടം വരും ഈ ഇടപാടിലൊക്കെ. 30 വയസ്സിന് താഴെ പ്രായത്തിൽ അപകടങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിവ ഉണ്ടാകും. ദൂര യാത്രയിലും വാഹനം സ്വന്തമായി ഓടിക്കുമ്പോഴും ഈ പ്രായം കഴിയുന്നത് വരെ വളരെ ജാഗ്രത ആവശ്യമാണ്, വളരെ ശ്രദ്ധയും ആവശ്യമാണ്. ഇനി ബാക്കി കന്നി മുതലുള്ളത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയും. മനസ്സിലായില്ലേ? നമസ്തേ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ കണ്ടില്ലെങ്കിൽ മുഴുവനായി കാണാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ജ്യോതിഷ സംബന്ധമായ എന്താ സംശയങ്ങളോ ഉപദേശങ്ങളോ എന്തെങ്കിലും വേണമെങ്കിലും പരിഹാരങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നതിനും ഞങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ ഉപദേശം തരുന്നതായിരിക്കും. നമസ്തേ.